മീൻ വളർത്തുന്ന 4 ഡയാമീറ്റർ വട്ടമുള്ള റൗണ്ട് ടാങ്കുകൾ. അതിൽ ഈ കാണുന്ന സ്പേസിൽ നിന്ന് ഒരു റൗണ്ട് ടാങ്ക് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കല്ലുകളൊക്കെ കരി പിടിച്ച് കാണാൻ പറ്റും. അടുപ്പ് കൂട്ടാനും വേണ്ടി വീട്ടിലൊരു വിരുന്ന് തന്ന സമയത്ത് അടുപ്പ് കൂട്ടാനും വേണ്ടി ആ സ്ഥലത്തു നിന്നുള്ള ടാങ്ക് അങ്ങോട്ട് ദൂരേക്ക് മാറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തായിരുന്നു നേരത്തെ ആ ദൂരെ കാണുന്ന അതുപോലുള്ള റൗണ്ട് ടാങ്കുകളുണ്ടായിരുന്നു. അങ്ങനെ ആ റൗണ്ട് ടാങ്ക് നമ്മളിന്ന് തിരിച്ച് റീസെറ്റ് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. റൗണ്ട് ടാങ്കിൻ മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ഒരിക്കലൊക്കെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ആ റൗണ്ട് ടാങ്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട സമയത്ത് ടാങ്കിലുള്ള ഷീറ്റ് സെപ്പറേറ്റ് മാറ്റിയിട്ട് ആ റൗണ്ടിൻ്റെ റിങ് ഉണ്ടല്ലോ വെൽഡ് ചെയ്തത് അത് സെപ്പറേറ്റ് ഇവിടേക്ക് മാറ്റിയിട്ട സമയത്ത് ഇതിനകത്തൊരു 3-4 കോഴിക്കുട്ടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോഴിക്കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യം ഇങ്ങോട്ട് പിടിച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ റൗണ്ട് ടാങ്ക് അങ്ങോട്ട് മാറ്റാൻ വിചാരിച്ച് റൗണ്ടിൽ വെൽഡ് ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ 4 ഡയാമീറ്റർ വട്ടം വരുന്ന ഷേപ്പ് അത് അങ്ങനെ തന്നെ അങ്ങോട്ട് കുത്തനെ നിർത്തിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സംഭവം കണ്ടില്ല. സിമ്പിളായിട്ട് നമ്മുടെ ടയർ ഉരുട്ടണ സംഭവം ഉണ്ടല്ലോ അതേപോലെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവരട്ടാ. അതിൻ്റെ ഒരു ഹൈറ്റ് കണ്ടില്ല. 4 ഡയാമീറ്റർ വട്ടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടല്ലോ. കുത്തനെ പിടിച്ച സമയത്ത് നല്ലൊരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ലോങ് സൈഡിൽ നിന്നിട്ടൊന്ന് വീഡിയോ ക്യാമറ വെച്ച സമയത്ത് കണ്ടില്ലേ മൊത്തം വട്ടം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് വെൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ബെൻഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോടലോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 പേര് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ നേരത്തെ ടാങ്ക് ഉണ്ടായിരുന്ന ആ പൊസിഷനിലേക്ക് എത്തിയിട്ട് ആ ഷേപ്പ് ഉണ്ടല്ലോ കറക്റ്റ് ആ മെഷ് വെൽഡ് ചെയ്തല്ലേ അത് കറക്റ്റ് അതിലേക്ക് തന്നെ വെക്കുകയാണ്. അവിടെ നേരത്തെ ഉണ്ടാക്കിയുള്ള ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൊസിഷൻ തന്നെയാണ് വെക്കുന്നത്. പുതിയതായിട്ട് നിർമ്മിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ലെവൽ ചെയ്യണം. ഇത് ലെവൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നത്. മറ്റേ ടാങ്കുകളൊക്കെ ഇരിക്കുന്നുണ്ടില്ല അതിലൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്പേസിൽ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നെറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കോഴിക്കുട്ടികളാക്കാനും വേണ്ടിയിട്ടും കൂടി നെറ്റ് നല്ല രീതിയിൽ കവർ ചെയ്ത് അപ്പോൾ ആ നെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നെറ്റ് കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അത് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള ഗ്രീൻ നെറ്റ് ഉണ്ടല്ലോ ഗ്രീൻ നെറ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് കവർ ചെയ്തിട്ട് കാര്യങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അടിയിൽ എന്ത് ചെയ്യണം ഷീറ്റ് വിരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ നേരത്തെ വിരിച്ച് ഉപയോഗിച്ചിരുന്ന ഷീറ്റ് തന്നെയാണ് വിരിക്കണത്. പിന്നെ കുളത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീൻ കുളത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ചൊരു താഴ്ചയിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ആ കുഴി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുഴി അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മഴ പെയ്തത് കാരണം കുറച്ച് കല്ലുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാറ്റുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ കുഴിയിൽ എന്ത് ചെയ്യണം സേഫ്റ്റിക്ക് വേണ്ടി 2 ചാക്ക് വിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ താർപ്പായി വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആ ഭാഗത്ത് വെള്ളം നിർത്തി കഴിഞ്ഞാൽ കുളത്തിൻ്റെ ആ ഭാഗത്തിനായിട്ട് ഒരു കുഴി കിട്ടും ചെയ്യും. നമുക്ക് വേസ്റ്റൊക്കെ വലിച്ച് കളയാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. ചിലർ ചട്ടിൻ്റെ ഷേപ്പിലൊക്കെ അടി മൊത്തം അങ്ങനെ നടുക്ക മാത്രമേ കുഴിയാക്കിയിട്ട് ഉണ്ടാക്കലുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുള്ളൂ. അങ്ങനെ സേഫ്റ്റിക്കുള്ള ഒരു ഷീറ്റ് കാര്യങ്ങളൊക്കെ അടിയിൽ പഴയ ഷീറ്റുകളൊക്കെ വിരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ 4 ഡയാമീറ്ററിൻ്റെ പടുതട്ട താർപോളിൻ എന്നൊക്കെ പറഞ്ഞ സംഭവം. ഈ സംഭവം ഇനി എന്ത് ചെയ്യാണ് വിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നേരത്തെ വിരിച്ചതായതുകൊണ്ട് തന്നെ അതിൽ ആ അഴുക്കും പിന്നെ കുറച്ച് ചുളിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കറക്റ്റായിട്ട് നമുക്കിവിടെ ഒരു ഷേപ്പ് കിട്ടും. ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കാരണം പുതിയത് വിരിക്കുന്ന പോലെ റിസ്ക് ഇല്ല. സിമ്പിളായിട്ട് തന്നെ പരിപാടി തീർക്കാൻ പറ്റും. ഇത് നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് അടിയിലുള്ള റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് ഓരോ മുക്കും മൂലയും വെച്ചിട്ട് സൈഡ് ഇങ്ങനെ വലിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു താർപോളിന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നിർത്തൽ നമുക്ക് പണി എളുപ്പമാണ്. കാരണം പഴയത് ഉപയോഗിച്ചത് വീണ്ടും നമ്മൾ സ്ഥലം മാറ്റി വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇത്തരത്തിൽ പടുതാക്കുളങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടുമുറ്റത്തൊക്കെ ഈ ടാങ്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ മീനില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് മടക്കി വെക്കാനോ സ്ഥലം മാറ്റി വെക്കാനോ പറ്റും. വീണ്ടും നമുക്ക് എന്ത് ആവശ്യം വരുന്ന സമയത്ത് റീയൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇത്തരത്തിൽ നമ്മൾ സിമെൻറ്റ് ടാങ്ക് ഉണ്ടാക്കുന്നതിനേക്കായി കൂടുതൽ നല്ലൊരു അഡ്വാൻറ്റേജാണ് ഇത്തരത്തിലുള്ള ടാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത്. ഇപ്പോൾ തിരിച്ചു കണ്ടില്ലേ മറ്റേ ടാങ്കുകളൊക്കെ ഇരിക്കുന്ന അതേപോലത്തെ പൊസിഷനിലേക്ക് ഈ ടാങ്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം നിർത്താനോ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ സൈഡിലേക്ക് നല്ല വലിച്ചു വെക്കുന്ന സംഭവമൊക്കെ ഇനി വെള്ളം ടാങ്കിലേക്ക് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ആ ചുളുക്കൊക്കെ കുറേയൊക്കെ മാറി കിട്ടും. പിന്നെ ഈ സൈഡ് ഉണ്ടല്ലോ സൈഡൊക്കെ നല്ല രീതിയിൽ ഇച്ചി പിടിച്ചിട്ടുണ്ടല്ലോ വഴുക്കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൈഡ് ഒക്കെ നല്ല രീതിയിൽ ടൈറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക അതിനകത്തുള്ള അഴുക്ക് വെള്ളമൊക്കെ കുറച്ച് മാറ്റി പുതിയ വെള്ളം നിർത്തി കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ നമുക്ക് ഈ ടാങ്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി ശ്രമിക്കുക. നമ്മുടെ ടാങ്ക് ഉണ്ടല്ലേ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പണി കാര്യമായിട്ടുള്ളത് വെള്ളം നിറക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് മുന്നോടിയായിട്ട് ടാങ്ക് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.